നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാലിൽ ഒരു മുള്ളു കൊണ്ടെന്ന് കരുതിയാ മതി, അത് നമ്മളെടുത്താൻ കളഞ്ഞു. മുള്ളു കൊണ്ടെന്ന് കരുതി ആരെങ്കിലും പിന്നെ നടക്കാതിരിക്കോ? മുള്ളുള്ള വഴി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട നീ. പെൺകുട്ടികൾ ഒരു വഴിക്ക് പോകുമ്പോഴേ അവരുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാ. എവിടെങ്കിലും ഒറ്റപ്പെട്ടു പോയാലും ഒരു ഓട്ടോ പിടിക്കാനൊന്നും അവർക്കാരെ ആശ്രയിക്കണ്ടല്ലോ. അതിനൊക്കെയുള്ള പണം ഉണ്ടമ്മ എന്റെ കയ്യില്. എന്നാലും മോളിത് വച്ചോ, എന്റെ ഒരു ആശ്വാസത്തിന്. ഞങ്ങൾക്കാർക്ക് നിന്നോട് ഒരു വിശ്വാസക്കുറവുമില്ല. പഴയതൊന്നും ആലോചിച്ച് മോൾ ഇനി സങ്കടപ്പെടരുത്. മോളെ, എന്നാ നീ പോയിട്ട് വാ. ഷാനി, ശ്യാമ കോളേജിലേക്കാണോ? അതെ സർ. എന്റെ ലീവ് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? അതെ സർ. ഈ കോളേജിൽ നടന്ന സംഭവത്തെ പറ്റി കുട്ടികൾക്കും അധ്യാപകർക്കും ഇടയിൽ പല കിംവദന്തികളും ഊഹാപോഹങ്ങളും പരക്കുന്നുണ്ട്. ശ്യാമ ചെല്ലുമ്പോ പലരും പലതും കിള്ളിക്കഴിച്ച് ചോദിച്ചെന്നൊക്കെയിരിക്കും. ഒന്നിനും ചെവി കൊടുക്കാൻ നിൽക്കണ്ട, അതെത്ര വലിയ ആളാണെങ്കിലും ശരി. വീണുപോന്നവനെ ചവിട്ടാനാ ലോകത്തിന് താല്പര്യം. മനസ്സ് തളർന്നു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് നടക്കും. നമ്മൾ തോറ്റുപോകും. നമ്മൾ കോളേജിൽ പോകുന്നത് പഠിക്കാനാണെന്ന് മാത്രം മനസ്സിൽ ഉറപ്പിച്ചാൽ മതി. ഇതിനൊക്കെ അപ്പുറമുള്ള പരീക്ഷകളും ജീവിതത്തിൽ വേറെ ഉണ്ട്. അതിലൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പതറാനോ ചുവടിടാനോ പാടില്ല. വെരി ഗുഡ്. അതാണ് സ്പിരിറ്റ്. ഇയാള് മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ പഠിക്കേ. പിന്നെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹം പോലെ നാഷണൽ ലെവലിൽ കബഡി ടൂർണമെന്റിന്റെ ഒരു ട്രോഫി കുടുംബശ്രീയിലേക്ക് കൊണ്ടുപോവാ. പൊടിക്കണ്ട നമുക്ക്. എന്നാ ഇയാള് ചെല്ലേ, ഈ ഹോട്ടലിൽ പൊക്കോ, ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യും. ചേട്ടാ ചേട്ടാ, ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആകണേ. ശരി ശരി. ചെല്ലേ. സാറിന്റെ കാലിനെങ്ങനെയുണ്ട്? കാലിനല്ല ശാരദാമ്മ വേദന. അമ്മ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ സമയത്ത് അയാളുടെ ഭാഗത്ത് ഇങ്ങനൊരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാൻ പറഞ്ഞു മടുത്തു സാറേ. ഇനി അവളുടെ തീരുമാനം എന്താന്ന് സാറ് തന്നെ ചോദിക്കേ. നമുക്ക് പോവാം. എങ്ങോട്ട് പോകുന്ന കാര്യമോ സാറേ? എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവാം. അതിനാർക്കാ വീടുള്ളതെന്നാ ഞാൻ ചോദിച്ചേ. തക്കലിൽ ഒരു വീടുണ്ടെന്ന് പറയുന്നു. അതിന്റെ അവകാശി ആരാണെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ ഒരു വീടുണ്ട്. അവിടെ അന്തി ഉറങ്ങണേല് 18 ലക്ഷത്തിന്റെ ബാധ്യത തലയ്ക്കുമീതെ. വീണ്ടും വിഴുപ്പലക്കല്ലേ ശാരികേ? ഇതൊക്കെ നമ്മൾ രണ്ടാളും ഒന്നിച്ചിരുന്ന് സമാധാനമായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അതിനെവിടാ സാറേ സമാധാനം? ആർക്കാ സമാധാനം? എല്ലാം സഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ചയോടെ നിൽക്കുമായിരുന്നു ഞാൻ അവിടെ. അതിനിടെയാ സാറിന്റെ അമ്മ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അന്നത്തില് വിഷ കലക്കിയത്. അതിന്റെ പേര് പോലീസ് സ്റ്റേഷനിൽ വരെ കയറി എന്റെ അമ്മ. അതിനുള്ള തിരിച്ചു കൊടുത്തല്ലോ. ഓഹോ,
അതാ ഇപ്പൊ സാറിന്റെ ദണ്ണം അല്ലേ? എന്റെ കയ്യബദ്ധത്തിൽ അമ്മ കസേരയിൽ നിന്ന് വീണു. അവരുടെ വായിന്ന് വന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? ശാരിക ആരും ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അപ്പോ എന്ന് വെച്ചാ എന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലേ? എടോ, അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായാ അവരാരും കൈവെക്കാറില്ല. ഞാൻ കൈവച്ചു. ശരി, സമ്മതിച്ചു. ഇപ്പൊ സാറിന്റെ അമ്മ കസേരയിൽ നിന്ന് വീണതല്ലേ ഉള്ളൂ. പോലീസിന് മുന്നിൽ എന്റെ അമ്മ വായൊന്ന് തുറന്നിരുന്നെങ്കിലേ അവരിപ്പോ ജയിലിൽ ഗോതമുണ്ട തിന്ന് കിടന്നേനെ. ഇയാള് കുറെ നേരമായിട്ട് എന്റെ അമ്മ അവരിവരെന്നൊക്കെ പറയുന്നുണ്ട്. സംസാരത്തിൽ സാമാന്യ മര്യാദ ആവാം. ഇയാൾക്ക് പരമാവധി ബഹുമാനം തന്നിട്ടാ ഞാനിപ്പോ സംസാരിച്ചോണ്ട് നിൽക്കുന്നേ. സോറി സാർ, എനിക്ക് മനസ്സിലുള്ളതേ പുറത്ത് കാണിക്കാൻ അറിയൂ. അവരെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എന്നുവെച്ചാ ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അവർക്കൊപ്പം ഒരു രാത്രി കൂടി ഒരു മേൽക്കൂരയ്ക്ക് കീഴിലുറങ്ങാൻ എന്നെ കിട്ടില്ല. എന്നൊരു പരിഹാരം കൂടെ ഇയാൾ പറഞ്ഞതാണോ? പരിഹാരം ഞാനാണ് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടത്. ഇതൊന്നും വരുത്തി വെച്ചത് ഞാനല്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ സാർ എന്നെ പ്രേമിച്ചതും കല്യാണം കഴിച്ചതൊന്നും. ലോകത്തൊരു പെണ്ണും താങ്ങാത്ത 2 ദുരന്തങ്ങളാ സാറിന്റെ അമ്മയും അമ്മാവനും. ഇങ്ങനെ 2 സത്വങ്ങൾ ജീവിതത്തിന് മേൽ കരുനിഴൽ പടർത്തി നിൽക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ കല്യാണത്തിന് തയ്യാറാവില്ലായിരുന്നു. ഇപ്പൊ ഒരു വാക്കുകൊണ്ട് വേണമെങ്കിലും സാറിന് ഈ ബന്ധം മുറിച്ചിട്ട് പോകാം. സാർ ഒരാണാ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു പെണ്ണായ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു കൂടി സാർ പറയൂ. എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം എന്താന്ന് സാറ് പറ. എന്നെ ഇതിലൊന്നും കൊണ്ട് വെറുതെ പെടുത്തുണ്ടായിരുന്നു സാറെ. ശരിയേ, സാറേ. ശാരദാമ്മേ, ഞാൻ പോവാ. അവളെന്ത് പറഞ്ഞു മോനെ? പ്രതീക്ഷേനെ വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാനീ കാലം വെച്ച് ഇവിടം വരെ വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. അവളോട് സംസാരിച്ച എന്റെ നിയന്ത്രണം പോവും. അതാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. അപ്പൊ കൂടെ ജീവിക്കുന്ന ഞാനോ ശാരദാമ്മേ? സിനിമയിലൊക്കെ ക്ലൈമാക്സിങ് കണ്ടിട്ടില്ലേ? കഠിനമായ യാതനകളും എതിർപ്പുകളും മറികടന്ന് നായകനും നായികയും കല്യാണം കഴിച്ചു കഴിഞ്ഞാ അത് ശുഭം. സത്യത്തിൽ ജീവിതം അവിടെ തുടങ്ങുന്നേ. ഭർത്താവിനെ തനിക്ക് മാത്രം സ്വന്തമാക്കി വെക്കാൻ നോക്കുന്ന ഭാര്യ, മകനെ വിട്ടുകൊടുക്കാതിരിക്കാൻ എന്തായുധം എടുക്കുന്ന അമ്മ, അവരുടെ യുദ്ധതന്ത്രങ്ങൾക്കിടയിലെ ബലിയാടാണ് പിന്നെ പുരുഷൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.